ശ്രീ സലീം മടമ്പൂർ ദേവസ്വം ബോർഡ് കൊടുത്തൊരു കത്തുമായാണ് പോറ്റി നാട് മുഴുവൻ നടന്ന് പ്രദർശനവും പിരിവും നടത്തിയത്. അതുപോലെ തന്നെ സമാനമായ സ്ഥിതിയാണ് ഇവിടെയും സംഭവിക്കുന്നത്. സർക്കാർ പിന്നിലുണ്ടെന്ന ധൈര്യം കൊണ്ടാണ് എല്ലാ സ്ഥലത്തും പോയി ഇയാൾ ഈ രീതിയിൽ മുന്നോട്ട് പോയത്. ഇപ്പോൾ ഇതാ കത്ത് കൊടുത്തത് കല്ലൂർ സ്റ്റേഡിയത്തിൽ മെയിൻ്റനൻസിന് കൊടുത്തത് ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, കായിക മന്ത്രി കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് GCDA തന്നെ പറയുന്നു. സർക്കാരിന് മാറി നിൽക്കാൻ പറ്റുമോ? ഒന്നാമത് നിങ്ങൾ തന്നെ ചർച്ചയ്ക്ക് ആദ്യം പറഞ്ഞതിന്റെ ടോപ്പിക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭൂമി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. നിങ്ങൾ പറയട്ടെ ഞാൻ പറയട്ടെ, ആ ചർച്ച തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഇങ്ങനെ ഒരു ടോപ്പിക് കൂടെ ഉണ്ടെന്ന് നിങ്ങൾ എന്നോട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, ആ ടോപ്പിക് നിങ്ങൾ പിൻവലിച്ചു എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നു ആ ടോപ്പിക് ഇവിടെ രാജീവ് ചന്ദ്രശേഖറിനെതിരായിട്ടുള്ള എല്ലാ പേപ്പറും കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന് കേരളത്തിൽ ഈ റിപ്പോർട്ടർ ചാനലിൽ കൊടുത്ത് വാർത്തകളാക്കിയതൊക്കെ തന്നെ ഇവിടുത്തെ BJPയുടെ മറുവിഭാഗമാണ്. അതായത് മുരളീധര സുരേന്ദ്ര വിഭാഗത്തിന്റെ ആളുകൾ ഇവിടെ വാർത്തയാക്കിയത്. അപ്പോ അത് കൈ കൊള്ളണ്ടെന്ന് വിചാരിച്ചായിരിക്കും നിങ്ങൾ അത് പിൻവലിച്ച സാരല്ല. അല്ല ഞാൻ പറയട്ടെ, അതാണ് മെയിൻ അതാണ് ചർച്ചയെങ്കിൽ നമുക്ക് ഇത് മാറ്റി വെച്ച് നമുക്ക് അത് ചർച്ച ചെയ്യാം. സൂചിപ്പിച്ചാണ് ഇവിടുത്തെ BJPയുടെ ജനങ്ങളും അറിയണം. അതായത് രാജീവ് ചന്ദ്രശേഖറിനെതിരെയുള്ള കേസ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ഒന്നും അല്ല കൊണ്ടുവന്നത്. റിപ്പോർട്ടർ ചാനലിൽ ഈ വാർത്ത കർണാടകയിൽ പോയിട്ട് അങ്ങനെ കിട്ടുമൊന്നുമില്ലല്ലോ. അപ്പൊ വാർത്ത കൃത്യമായിട്ട് ഇവിടുത്തെ BJPയുടെ നേതാക്കള് മറുവിഭാഗം ഇവിടെ എടുത്തുകൊണ്ടുവരാൻ BJP നേതാക്കൾക്ക് ബോധമില്ല എന്നാണ് എന്റെ ചോദ്യം. അതിലേക്ക് വരാം. അങ്ങ് ഇതിലേക്ക് വരും. അപ്പോ ശിവശങ്കർ പറയട്ടെ, ഞാനതിലല്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് തന്നെയാണ്. ഇന്ത്യയിൽ എവിടെ നിന്നെങ്കിലും സർക്കാർ കൊടുത്തിരിക്കുന്ന സ്പോൺസർഷിപ്പ്, ആ സ്പോൺസർഷിപ്പ് അവർ ഏറ്റെടുക്കുന്നു. വേറെ ഒന്നാമത്തെ ചോദ്യം, ഏതെങ്കിലും വേറെ ഒരു കമ്പനി സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്നു? അതായത് അർജന്റീനയെ ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിച്ചുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു കമ്പനിയെ മാറ്റി നിർത്തിയിട്ടാണ് ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ ആന്റോ അഗസ്റ്റിൻ കൊടുത്തതെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് അത് ഗുരുതരമായ കുറ്റമായിട്ട് കാണാമായിരുന്നു. അപ്പൊ വേറെ ആരും ഇല്ല. അപ്പൊ ഇവിടെ ഈ ഒരാൾ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നു, അതിൽ അദ്ദേഹത്തിന്റെ പണത്തിൽ കള്ളപ്പണമാണോ, തെറ്റുണ്ടോ, അല്ലെങ്കിൽ അതിൽ പോലീസ് ഉണ്ടല്ലോ. നമ്മുടെ ഗവൺമെന്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഇവിടെ സംവിധാനമുണ്ട്. ചീറ്റിംഗ് ഉണ്ടോ അതൊക്കെ ഉറപ്പല്ലേ കേരളത്തിലെ ഗവൺമെന്റ് നടപടി എടുക്കൂ എന്നുള്ളതിൽ നിങ്ങൾക്ക് എന്താ സംശയം? അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും കൽപ്പറ്റ കോടതിയിൽ കേസുണ്ടല്ലോ. വളരെ ഗൗരവമായിട്ട് കാര്യങ്ങൾ പോകുന്നതിന് വിചാരണ ഘട്ടത്തിലേ പോകുന്നു. ഒരു സർക്കാർ ഉത്തരവിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മരം മുറിച്ച ആൾക്കെതിരെ കേസെടുക്കൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അതൊക്കെ തന്നെ, അതിനൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട, അതൊക്കെ തിരിച്ചു പിടിക്കും. അപ്പൊ അത് തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ നടപടി ഉണ്ടാവും. ഇവിടെ അദ്ദേഹത്തിന്റെ കമ്പനി ഈ കാര്യത്തിൽ സ്പോൺസർഷിപ്പ് പറയുന്നു, അതിനാവശ്യമായ പണം ചെലവാക്കി കൊള്ളാമെന്ന് പറയുന്നു. അത് അവരെ ടിക്കറ്റിലോ എന്തോ ആ സമയത്ത് ഇപ്പോ ഈ ഇല്ലാത്ത, അതായത് മെസ്സി വരുമെന്ന് 100% കൺഫേം ചെയ്യാതെ ആരോടെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ അവരെ കയ്യിൽ നിന്ന് പണം ഇങ്ങോട്ട് ചെലവാക്കിയതാണ്. ആ പണം ചെലവാക്കിയത് നല്ല രൂപത്തിലാവട്ടെ. കാരണം ഈ പണമൊക്കെ ചെലവാക്കി സ്റ്റേഡിയം നന്നായാൽ GCDAക്ക് വളരെ സൗജന്യമായിട്ട് ഇത്രയും പണം, അതായത് അങ്ങേക്ക് ഗുണകരമായ പോയിന്റാണ്. അങ്ങേക്ക് ഇൻ ദ സെൻസ് സർക്കാർ ഗുണകരമായ എനിക്ക് 2025 മെയ് 17 സലീം മടവൂർ അങ്ങ് ദയവായി ശ്രദ്ധിക്കുക. 2025 മെയ് 17 മാതൃഭൂമിയുടെ വാർത്തയാണ്. വാർത്തയുടെ തലക്കെട്ട് ആശങ്ക വേണ്ട, മെസ്സി വരും. സർക്കാരിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ കാത്തു നിൽക്കില്ലായിരുന്നു. ഈ കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹിമാന്റെ ഒരു വാർത്തയാണ്. അദ്ദേഹത്തിന്റെ പരാമർശം കോട്ട് ചെയ്തിട്ടാണ് ഈ വാർത്ത മാതൃഭൂമി ചെയ്തത്. അതിൽ പറയുന്നത്, കേരളത്തിൽ കളിക്കുമെന്ന് മന്ത്രി V അബ്ദുറഹിമാൻ പറഞ്ഞ സമയത്ത് അർജന്റീന ടീം കളിക്കാൻ പോകുന്നത് ചൈനയിലേക്കാണെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതോടെ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ നിന്ന് സംബന്ധിച്ച് അനിശ്ചിതത്വം ഉയർന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും കാത്തു നിൽക്കില്ലായിരുന്നു എന്നൊക്കെ മന്ത്രി പറയുന്നുണ്ട്. അതോടൊപ്പം പറയുന്നത്, സംസ്ഥാന കായിക വകുപ്പാണ് അർജന്റീന ടീമുമായി ചർച്ച നടത്തിയത്. അതിൻ്റെ ഭാഗമായി സ്പോൺസർഷിപ്പിന് വലിയ തുക മുടക്കാൻ സർക്കാരിൻ്റെ നിലവിലുള്ള അവസ്ഥ അനുവദിക്കുന്നില്ല. നമ്മുടെ കൈ പൈസയില്ല. ഇതിനായി രണ്ട് കമ്പനികളെ സ്പോൺസർമാരായി കണ്ടെത്തി. ആര് കണ്ടെത്തി? സർക്കാർ കണ്ടെത്തി. ആദ്യത്തെ സ്പോൺസർക്ക് റിസർവ് ബാങ്കിൻ്റെ അനുമതി കിട്ടിയില്ല. അണ്ടർലൈനാണ് റിസർവ് ബാങ്കിൻ്റെ അനുമതി കിട്ടിയില്ല. എന്നാൽ രണ്ടാമതെത്തിയവരാണ് ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ.
അവർ സ്പോൺസർഷിപ്പ് എടുക്കാമെന്ന് അറിയിച്ച് കത്ത് നൽകി. കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും അനുമതി അവർക്ക് ലഭ്യമാക്കി കൊടുത്തു. ഇത് കായിക വകുപ്പ് മന്ത്രിയുടെ അവകാശമാണ്. അപ്പോൾ കമ്പനി വേറെ ഇല്ലായിട്ടല്ല, ഒരു കമ്പനി വന്നു അവരെങ്ങ് മാറ്റി നിർത്തി. അല്ല അവർക്ക് അല്ല അപ്പൊ രണ്ട് കാര്യം നിങ്ങൾ തന്നെ പറയുന്നു. ഇവർക്ക് റിസർവ് ബാങ്കിന് അനുമതി കിട്ടി, ആദ്യം വന്നവർക്ക് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അനുമതി കൊടുത്തു, ആദ്യം വന്നവർക്ക് അനുമതി കൊടുത്തു. അല്ല കൊടുത്ത കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെ ഗവൺമെന്റ് അല്ലേ, അവർ ധനകാര്യ വകുപ്പ് അല്ലേ മുകളിലുള്ള അനുമതി വാങ്ങി കൊടുത്തു. ഇവര് നേരിട്ട് പോയാൽ അനുമതി കിട്ടും. അനുമതി വാങ്ങി കൊടുത്തു. ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ടാവും. അതാണ് ചോദ്യം. ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ടാവും. അല്ല സാക്ഷ്യപത്രമാണ്. അല്ല ആദ്യത്തെ ആളുകൾക്ക് ഇതേപോലെ ശ്രമിച്ചിട്ടുണ്ടാവും. ആദ്യത്തെ ആളുകൾക്കും ഗവൺമെന്റ് ശ്രമിക്കും, അത് കിട്ടിയില്ല. പിന്നീട് രണ്ടാമത്തെ ആളുകൾ ശ്രമിച്ചു, അവർക്ക് കിട്ടി. അവർ പണത്തിന്റെ സ്രോതസ്സും എങ്ങനെ ചെലവഴിക്കുന്നത് കാണിക്കാതെ വെറുതെ റിസർവ് ബാങ്ക്. അല്ല, അവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, നേരിട്ട് ചർച്ച നടത്തിയ സംസ്ഥാന കായിക വകുപ്പാണ്. കായിക വകുപ്പ് ചർച്ച നടത്തണമല്ലോ, ഉറപ്പല്ലേ? കേരളത്തിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ കായിക വകുപ്പല്ലേ ചർച്ച നടത്തുക? ഏറ്റവും നല്ല ഇൻട്രസ്റ്റ് കാണിക്കുന്നത് കായിക വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് കേരളത്തിൽ മെസ്സി വരണം. കോഴിക്കോട്ട് നിന്ന് കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ ഒരു നല്ല റോഡ് ഷോ നടത്തിയാൽ കേരളത്തിൽ അത് ലോകം മുഴുവൻ കേരളത്തിനെ ശ്രദ്ധിക്കും. നിങ്ങൾ എന്താ മനസ്സിലായി? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഈ കേരളത്തില് ഒരു നിങ്ങൾ പറയുന്നത് 10 മീറ്ററായി പോകും, ആയിക്കോട്ടെ, 10 മീറ്റർ പോയിക്കോട്ടെ, അത്ര സംബന്ധിച്ചു 10 മീറ്റർ മെസ്സിയെ എങ്ങനെ സ്വീകരിച്ച് കൊണ്ടുപോയാൽ തന്നെ ലോകം മുഴുവൻ കേരളത്തെ ശ്രദ്ധിക്കും. വലിയ സംഭവവും വലിയ ലോകം മുഴുവൻ ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലും കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ, മെസ്സിയുടെ ആരാധകരെ കുറിച്ച് ചർച്ച വരും. അർജന്റീന കേരളത്തിൽ കളിച്ചതിനെ കുറിച്ച് വലിയ വാർത്ത ലോകം മുഴുവൻ പരക്കും. അങ്ങനെ ആഫ്രിക്കയിലെയും അതേപോലെ തന്നെ നമ്മുടെ ലാറ്റിൻ അമേരിക്കയിലെയും യൂറോപ്പിലെയും ഒക്കെ തന്നെ രാജ്യങ്ങൾ കേരളത്തിലേക്ക് വരും ഫുട്ബോൾ ടീമുകൾ. ഈ ഇത്രയും പ്രസിദ്ധമായ കാണികളുള്ള ഈ സംസ്ഥാനത്ത് വന്ന് കളിക്കാൻ കൂടുതൽ ടീമുകൾ തയ്യാറാവും. അങ്ങനെ ഫുട്ബോൾ വളരും. നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് കാണും. ഇത് തകർക്കാൻ ശ്രമിക്കാതെ. തകർക്കാനല്ല, ഇത് ഈ മെസ്സിയുടെ പേര് പറഞ്ഞ് ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെ പറ്റിക്കുന്നത് എന്തിനാണ്? ആ ചോദ്യമാണ്. ഈ അനുമതി വാങ്ങി കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ, കാര്യങ്ങളെല്ലാം സുതാര്യമാവട്ടെ. എന്റെ ചോദ്യം അത്രയേ ഉള്ളൂ. ശ്യാം ബാബു, ഞാൻ പറയട്ടെ, എനിക്കും ഇവര് പിന്നെ നമ്മുടെ ഈ ആന്റോ അഗസ്റ്റിന്റെ ഏർപ്പാടുകളോട് വളരെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളാണ്. എന്നൊന്നും ഞാൻ യോജിക്കുന്നില്ല. അവരുടെ പല നിലപാടിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ അതിനേക്കാളൊക്കെ അപ്പുറം ഞാൻ കാണുന്നത് കേരളത്തിൽ മെസ്സി വന്നാൽ നമ്മുടെ കേരളത്തിൽ മാറ്റം ഉണ്ടാവും. നിങ്ങൾ വെറുതെ ഇല്ലാന്ന് പറയണ്ട. പക്ഷെ നിങ്ങളെ കുറെ ആളുകൾ ഇവിടെ ഈ 24 hours ഇവിടെ വർക്കിംഗ് ആണ്. ഇവിടെ അർജന്റീനയിൽ ജനങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ ഇവിടെ ഉണരാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇത് അയച്ചു കൊടുക്കുകയാണ്. ഇവിടെ കുഴപ്പമാണ്, വരരുത്, ഇവിടെ പിന്നെ ജീവൻ അപകടത്തിലാണ്. കേരളത്തിൽ ഇവിടെയുള്ള സകല ക്രിമിനൽ പത്രത്തിൽ വരുന്നവർ അയക്കുന്ന ആളുകളുണ്ട്. ഇത് ഇവിടെ ആളുകൾ അയക്കാണ്. അല്ല, ഞാൻ ഈ പോയിന്റ് അങ്ങോട്ട് പറഞ്ഞല്ലോ, അങ്ങയുടെ ഒപ്പമാണ് ഞാൻ. ഞങ്ങളൊക്കെ മെസ്സിയുടെ ആരാധകരാണ്. ഈ കാട്ടുകള്ളൻ സ്പോൺസർ എങ്ങനെ വന്നു എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ.